TV സ്പീക്കറുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജൂൺ മാസത്തിൽ സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ അറിയേണ്ട ഒട്ടേറെ അറിയിപ്പുകളാണ് എത്തിയിരിക്കുന്നത്. ജൂൺ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചിരിക്കുന്നു. അതുപോലെ റേഷൻ കാർഡുകളുടെ മസ്റ്ററിംഗ് നീല വെള്ള റേഷൻ കാർഡുകാർക്ക് മുൻഗണനാ റേഷൻ കാർഡിലേക്ക് മാറുന്നതിനുള്ള അപേക്ഷ, റേഷൻ വാങ്ങാതിരിക്കുന്നവർക്ക് നേരെ നടപടി ഉണ്ടാകുന്നത് തുടങ്ങിയ അറിയിപ്പുകളെല്ലാം ഓരോന്നായി വിശദീകരിക്കാം. അതിനു മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് തരിക. വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യുക, മറക്കാതിരിക്കുക. ജൂൺ 4-ാം തീയതി വരെ മെയ് മാസത്തെ റേഷൻ വിതരണം ദീർഘിപ്പിച്ചതിനാൽ ജൂൺ 6-ാം തീയതി ശനിയാഴ്ച മുതലാണ് ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത്. നേരത്തെ ജൂൺ 7 ശനിയാഴ്ച മുതൽ ആരംഭിക്കുമെന്നായിരുന്നു അറിയിപ്പ് ഉണ്ടായിരുന്നത്. എന്നാൽ സർക്കാർ വെള്ളിയാഴ്ച ബക്രീദ് അവധി ശനിയാഴ്ചയിലേക്ക് മാറ്റി ഉത്തരവിറക്കിയതോടെ റേഷൻ കടകളുടെ അവധിയും മാറ്റി. അതിനാൽ ജൂൺ 6 വെള്ളിയാഴ്ച മുതൽ ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കും. അതേസമയം ജൂൺ 7 ശനിയാഴ്ച ബക്രീദ് അവധി ഉള്ളതിനാൽ റേഷൻ കടകൾ പ്രവർത്തിക്കുന്നതല്ല. ജൂൺ മാസത്തിലും വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് 6 കിലോ അരി റേഷൻ വിഹിതമായി കിലോഗ്രാമിന് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. നീല കാർഡിന് ഓരോ അംഗത്തിനും സാധാരണ വിഹിതമായി ഓരോ അംഗത്തിനും 2 കിലോ അരി വീതവും കിലോയ്ക്ക് 4 രൂപ നിരക്കിലും ലഭിക്കും. സ്പെഷ്യൽ വിഹിതമായി നീല കാർഡിന് 3 കിലോ അരി കിലോഗ്രാമിന് 10 രൂപ 90 പൈസ നിരക്കിൽ വിതരണം ചെയ്യും. മഞ്ഞ കാർഡിന് 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. 7 രൂപ നിരക്കിൽ 2 പാക്കറ്റ് ആട്ടയും 27 രൂപ നിരക്കിൽ 1 കിലോ പഞ്ചസാരയും ഈ മാസം ലഭിക്കും. പിങ്ക് റേഷൻ കാർഡിന് ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. ഓരോ കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്ന് 3 കിലോ കുറച്ച് അതിന് പകരം 3 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. ഓരോ റേഷൻ കാർഡിനും ജൂൺ മാസത്തിൽ ഇത്രയും വിഹിതങ്ങളാണ് ലഭിക്കുന്നത്. അടുത്ത അറിയിപ്പ്, റേഷൻ വിഹിതങ്ങൾ കുറവുള്ള നീല വെള്ള റേഷൻ കാർഡുകാർക്ക് BPL റേഷൻ കാർഡ് നിന്നും പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറുന്നതിന് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചു വരുന്നുണ്ട് എന്ന കാര്യം അറിഞ്ഞിരിക്കുക. ജൂൺ 2 മുതൽ ജൂൺ 15 വരെയാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി സിറ്റീസിൽ ലോഗിൻ വഴിയോ ഓൺലൈനായി അപേക്ഷ വെക്കാവുന്നതാണ്. അപേക്ഷയ്ക്കൊപ്പം പ്രധാനമായും വെക്കേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറി, അതായത് നിങ്ങളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ സെക്രട്ടറിയിൽ നിന്നും ലഭിക്കുന്ന BPL ലിസ്റ്റിന് അപേക്ഷകൻ അർഹനാണ് എന്നതിനുള്ള സാക്ഷ്യപത്രമാണ്. അതിനുവേണ്ടി പഞ്ചായത്തിൽ അപേക്ഷ സമർപ്പിക്കുക. ആ രേഖ കൂടി ഉണ്ടെങ്കിൽ മുൻഗണനാ റേഷൻ കാർഡായ പിങ്ക് കാർഡ് ലഭിക്കുന്നതിന് സാധ്യത കൂടും. അപേക്ഷകരുടെ വിവിധ രേഖകൾ പരിശോധിച്ച് അതിനിടെ മാർക്ക് നൽകി. മിനിമം 30 മാർക്കെങ്കിലും ഉള്ളവർക്കാണ് മിനിമം 30 മാർക്കെങ്കിലും ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് താലൂക്ക് തലത്തിൽ മുൻഗണനാ വിഭാഗം റേഷൻ കാർഡിലേക്ക് തരം മാറ്റുന്നതിനുള്ള ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിനായുള്ള അപേക്ഷയാണ് ഇപ്പോൾ ക്ഷണിച്ചു വരുന്നത്. അർഹരായവർക്ക് ജൂൺ 15-നുള്ളിൽ തന്നെ അപേക്ഷ നൽകാം. ജൂൺ മാസത്തെ മറ്റൊരു അറിയിപ്പ്, നിലവിൽ കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ റേഷൻ ലഭ്യമായിരിക്കുന്നു. മഞ്ഞ പിങ്ക് കാർഡിലെ അംഗങ്ങളെല്ലാം മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതുമാണ്. ഇനിയും ആരെങ്കിലും മസ്റ്ററിംഗ് പൂർത്തിയാക്കാതുണ്ടെങ്കിൽ ഈ ജൂൺ മാസം 10-ാം തീയതിക്കുള്ളിൽ തന്നെ അത് പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശം വന്നിട്ടുണ്ട്. എങ്കിലും ഏതെങ്കിലും റേഷൻ കടകൾ എത്തിയോ റേഷൻ സപ്ലൈ ഓഫീസിലെത്തിയോ പൂർത്തിയാക്കാവുന്നതാണ്. മറ്റൊരു അറിയിപ്പ്, ഗ്യാസ് സ്റ്റോർ ആയി മാറിയ റേഷൻ കടകൾക്ക് പുറമെ സപ്ലൈകോ വിൽപ്പനശാല ഇനി 1 ലിറ്റർ വെള്ളവും 10 രൂപയ്ക്ക് ലഭിക്കും. ജലവിഭവ വകുപ്പിൻ്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ നിർമ്മിച്ച് വിപണിയിലെത്തുന്ന ഹില്ലി അക്വ കുപ്പിവെള്ളമാണ് സപ്ലൈകോ വിൽപ്പനശാലയിൽ ഇനി വിതരണം ചെയ്യുവാൻ ഭക്ഷ്യവിതരണ വകുപ്പ് അനുമതി നൽകിയിരിക്കുന്നത്. നിലവിൽ 1959 കേസ് സ്റ്റോറുകൾ മാത്രമാണ് വിൽപ്പനയ്ക്കുണ്ടാവുക. ജൂൺ മാസത്തിൽ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും അരിയും പഞ്ചസാരയും മുളകും വെളിച്ചെണ്ണയും ഉൾപ്പെടെ 13 ഇന സബ്സിഡി സാധനങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇവയും കൂടി വാങ്ങുവാൻ ശ്രദ്ധിക്കുക. എല്ലാവിധ റേഷൻ അറിയിപ്പുകളും കൃത്യമായി ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക.